പെരുമ്പാവൂരിനെ ലഹരി മുക്തമാക്കാനുള്ള പ്രത്യേക പരിപാടികളുമായി ആഭ്യന്തര വകുപ്പ്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഇന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പെരുമ്പാവൂരിലെത്തും. നാട്ടുകാരും വിദ്യാർത്ഥികളും പങ്കെടുക്കുന്ന ജനസഭയ്ക്ക് ശേഷം ഭായി കോളനിയിലെത്തി ഇതര സംസ്ഥാന തൊഴിലാളികളുമായി ചെന്നിത്തല സംസാരിക്കും. കിരണുണ്ട് കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി. കിരൺ, ഈ പെരുമ്പാവൂർ കേന്ദ്രീകരിച്ച് ലഹരിയുടെ വലിയൊരു ശൃംഖല തന്നെയുണ്ട്. പെരുമ്പാവൂരിൽ നിന്ന് പിടിക്കുന്ന ലഹരിക്ക് കയ്യും കണക്കുമില്ല. നമ്മൾ നിരവധി വാർത്തകൾ ഇതുമായി ബന്ധപ്പെട്ട് ഓരോ ദിവസവും കൊടുക്കുന്നത് തന്നെയാണ്. അപ്പോൾ പെരുമ്പാവൂരിനെ ക്ലീനാക്കുക, അത് തന്നെയല്ലേ സർക്കാർ ലക്ഷ്യം? എപ്പോഴാണ് ഈ പരിപാടി നടക്കുക? എന്തൊക്കെയാണ് വിവരങ്ങൾ? മായ, തൂഫാൻ ജാഗരൺ എന്ന പേരിലാണ് പെരുമ്പാവൂരിനെ ലഹരി മുക്തമാക്കാനായിട്ട് ആഭ്യന്തര വകുപ്പ് ക്യാമ്പയിൻ ആരംഭിക്കുന്നത്. ഇന്ന് നടക്കുന്ന പരിപാടി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യുകയും ഉച്ചയ്ക്ക് 2:30 പെരുമ്പാവൂർ ബോയ്സ് സ്കൂളിൽ വെച്ച് ആണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. പ്രധാനമായിട്ടും പെരുമ്പാവൂരിലുള്ള അതിഥി തൊഴിലാളികൾ അടക്കമുള്ള ആളുകളെ ലഹരി സംബന്ധിച്ചുള്ള ബോധവൽക്കരണം നടത്തിക്കൊണ്ട് ഇവരെ ലഹരി അടിമപ്പെടുന്നതും ഒപ്പം തന്നെ ലഹരി വിൽപ്പന നടത്തുന്നതിൽ നിന്നൊക്കെ പിന്തിരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം തന്നെയാണ് പ്രധാനമായിട്ടും ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇന്ന് ഈ ക്യാമ്പയിൻ നടക്കുന്നത്. രമേശ് ചെന്നിത്തല പങ്കെടുക്കുന്ന പരിപാടിയിൽ പെരുമ്പാവൂരിലുള്ള സാമുദായിക സംഘടനാ നേതാക്കൾ, ഒപ്പം വ്യവസായികൾ, സാമൂഹിക പ്രവർത്തകർ, വിദ്യാർത്ഥികൾ അടക്കമുള്ള ആളുകൾ പങ്കെടുക്കുമെന്നുള്ളൊരു കാര്യമാണ് അറിയിച്ചിരിക്കുന്നത്. ഇവരെ എല്ലാവരെയും ഒത്തുചേർപ്പിച്ചുകൊണ്ട് ജനങ്ങളുടെ കൂടി പിന്തുണയോടുകൂടി തന്നെ ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കം തന്നെയാണ് പ്രധാനമായിട്ടും ഏതായാലും ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. കഴിഞ്ഞ ദിവസം എറണാകുളത്ത് വെച്ച് റേഞ്ച് DIG യതീഷ് ചന്ദ്ര അദ്ദേഹം മാധ്യമങ്ങളെ കണ്ട സമയത്ത് പറഞ്ഞത് ഓപ്പറേഷൻ തൂഫാന്റെ വിജയം എന്നുള്ളത് ജനങ്ങൾ നൽകിയിട്ടുള്ള, നാട്ടുകാർ നൽകിയിട്ടുള്ള പിന്തുണയാണ് എന്നുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ജനകീയ പിന്തുണയോടുകൂടി തന്നെ കൂടുതൽ ശക്തമായിട്ട് ഈ പ്രതിരോധ പ്രവർത്തനങ്ങളുമായി, ഈ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുക എന്നുള്ളൊരു നീക്കം തന്നെയാണ് ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് ഈ പെരുമ്പാവൂർ ഹൈസ്കൂളിൽ നടക്കുന്ന ബോധവൽക്കരണ പരിപാടിയുടെ ഇതിന്റെ ചടങ്ങിന്റെ ഉദ്ഘാടനം കഴിഞ്ഞാൽ പിന്നീട് ആഭ്യന്തര മന്ത്രി അടക്കമുള്ള ആളുകൾ പെരുമ്പാവൂരിലുള്ള ബായ് കോളനി എന്നറിയപ്പെടുന്ന കണ്ടന്തറയിലെ കോളനിയിലേക്ക് എത്തും. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ അതിഥി തൊഴിലാളികൾ കൂട്ടമായിട്ട് താമസിക്കുന്നത്. ഈ സ്ഥലത്ത് തന്നെയാണ് നേരത്തെയും പലതവണ ലഹരി മരുന്നുകൾ പിടികൂടുന്നതായിട്ടുള്ള സംഭവമൊക്കെ ഉണ്ടായിട്ടുള്ളത്. ഈ സ്ഥലത്തെത്തി നേരിട്ട് ഇവരോട് സംസാരിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം തന്നെയാണ് ഏതായാലും ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഏതായാലും വലിയൊരു പിന്തുണ തന്നെയാണ് ഈ പരിപാടിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ജനപിന്തുണയോടുകൂടി തന്നെ പെരുമ്പാവൂരിനെ ക്ലീനാക്കുക എന്നുള്ളൊരു ശ്രമം തന്നെയാണ് ഏതായാലും ആഭ്യന്തര വകുപ്പിന്റെയും പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. മായ, തീർച്ചയായും അത് തന്നെയാണ്. പെരുമ്പാവൂരിനെ ലഹരി മുക്തമാക്കാനുള്ള നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് ആഭ്യന്തര വകുപ്പ്. അതിന്റെ ഭാഗമായി ഇന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പെരുമ്പാവൂരിലെത്തും. എല്ലാ വിഭാഗം ജനങ്ങളുടെയും സഹകരണം ഈ ഓപ്പറേഷൻ തൂഫാന് വേണം. അതുതന്നെയായിരിക്കും അതിന്റെ ഒരു വിജയവും. കിരണാണ് വിവരങ്ങൾ നൽകിയത്.